കാണുന്നില്ലല്ലോ. ഇനി എവിടെങ്ങാനും വരാതിരിക്കും. ഒന്നും കൂടെ ശരിക്കും നോക്കിയേ. ഇത് വിഴുങ്ങുന്ന കാര്യമല്ലടാ പറഞ്ഞത്. ചേടാ ഒലിച്ചിറങ്ങണം. ചുമ്മാ ഇരികളിയാ. കമോൺ ഗൈസ്. ഓ തുടങ്ങി. നമ്മുടെ CSR ഡേ മീറ്റിംഗ് ആണ്. രണ്ടാമായിരിക്കുന്നു. എന്തിനാണാവോ വന്നത്? JK ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അതോ ഇനിയിപ്പോ ഞാൻ കേൾക്കാത്താണോ? ഫുഡിന്റെ കാര്യം ഞാൻ ശങ്കറിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആദ്യം നേരെ കുഴിമന്ത്, ലേറ്റർ ഓൺ കുഴിമന്ത് സെറ്റ്. മോളെ വിട്ടിട്ടേ ഞാൻ വരത്തുള്ളൂ. ഞാൻ ഷൈനിയുടെ കൂടെ വന്നോളാം. ഡ്രസ് കോഡ് എന്തെങ്കിലും ഉണ്ടോ? ഡ്രസ് കോഡ് നമുക്ക് ബ്ലാക്ക് ആൻഡ് ബ്ലൂ ഫിക്സ് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് പോയിട്ടും വരാം. പിന്നെ ഒരു കാര്യം, ആരും തേക്കരുത്. തേക്കിയെന്ന് പറഞ്ഞവൻ തന്നെ തേച്ച്. ഇപ്പം നമ്മൾ തേഞ്ഞു. മീറ്റിംഗ് കിട്ടുന്ന ഡയലോഗ് വെച്ച് ഒരുതിന് വന്നു മറ്റെടുത്ത പരിപാടി. അളിയാ ഒരു സ്മോക്ക് അടിച്ചിട്ട് വരാം. ധന്യല്ലേ? എന്താ മോളെ നിങ്ങളൊക്കെ ഇവിടെ? കമ്പനിയുടെ ഭാഗമായിട്ട് ഒരു ക്ലീനിങ് പരിപാടി. നല്ല കാര്യം. ശരി എന്നാ നടക്കട്ടെ കേട്ടോ. പിള്ളേര് കൊള്ളാമല്ലോ ശിവ. മൈക്കിളെ, കിട്ടിയോ? നമ്മുടെ ടെക്നോ പാർക്കിലെ പിള്ളേരാ. ശരി എന്നാ കാണാം. ഇങ്ങനെയായിരുന്നെങ്കിൽ ഒരു പരിപാടിക്ക് ഞാൻ വരത്തില്ലായിരുന്നു. നീ വെറുതെ ഇങ്ങനെ നടക്കാതെ അവളെ ഇമ്പ്രസ് ചെയ്ത് നോക്കടാ. നീ കുറെ നാള് കൊണ്ട് ഇത് തന്നെയല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നേ. എന്നിട്ട് എന്തെങ്കിലും മെച്ചമുണ്ടാ? ഞാൻ എങ്ങനെ ആയിരിക്കണം. തീയും തരാം. തീയില്ല കേട്ടോ. അവൻ്റെ ഒക്കെ ഒരു ജാട. ലൈറ്റർ കയ്യിലുണ്ടായിട്ട് മനഃപൂർവ്വം തരാത്ത. നമുക്കിതൊക്കെ ശീലമല്ലേ. മഴ കനക്കുമെന്നാണ് തോന്നുന്നത്. പെയ്യുമെന്ന് തോന്നുന്നു. പോയാലോ? വെള്ളം കയറിക്കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ബ്ലോക്ക് ആകും. ഇത് ക്ലിയർ ചെയ്യാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല ശിവ. ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാകും. ചേട്ടാ, മോളുടെ കാര്യം എന്തായി? അടുത്ത തിങ്കളാഴ്ച ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ശിവ. അവിടെ ചെല്ലുമ്പോൾ അറിയാം എന്താണെന്നുള്ളത്. ഓർക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു പേടിയാണ്. പേടിക്കണ്ട ചേട്ടാ, ഒക്കെ ശരിയാവും. ബ്ലഡൊക്കെ ആണെങ്കിൽ ഒത്തിരി വേണമെന്നാണ് പറയുന്നത്. ഇതുവരെ ഒന്നും ശരിയായില്ല. ഇതുവരെ ഒന്നും ശരിയായിട്ട് എല്ലാം നടക്കും ചേട്ടാ. നമ്മളെല്ലാവരും കൂടെ തന്നെ അല്ലേ? എന്തായാലും ശരിയാക്കിയല്ലേ പറ്റൂ. വീട്ടിലോട്ടൊന്ന് വിളിക്കട്ടെ. ഈ ഫോണിലാണെങ്കിൽ ചാർജും ഇല്ല. ചേട്ടാ, ആ ഫോണും തരുമോ? പിന്നെതാ എന്നാടാ. വീട്ടിലെ നമ്പറെങ്കിലും കാണാതെ അറിയാവുന്നുണ്ട് ഫോൺ വിളിക്കാൻ പറ്റുന്നു. റെഡിയേ, ഇത് ഞാനാ. കൊച്ചിൻ്റെ ബുക്ക് മേടിക്കാനുള്ള പൈസ ആ മേശവിരിപ്പിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. നീ അവിടുന്ന് എടുത്തോ. റെഡിയേ, പിന്നെ ഞാൻ വരാൻ കുറച്ച് ലേറ്റാവും. താരാട്ടുപാടുമെന്നെഞ്ചിൽ ചാഞ്ഞുറങ്ങിയിടുമെമുത്തേ. താരാട്ടുപാടുമെന്നെഞ്ചിൽ ചാഞ്ഞുറങ്ങിയിടുമെമുത്തേ. മകളെ മഴവില്ലു പോലെ നീ അച്ഛൻ്റെ മനമാകും അമ്പരം ശോഭ ചേർത്ത് കനലായെരിഞ്ഞു ഞാൻ നിന്നിടും നേരത്ത് മഴ നീർ പൊഴിച്ചമ്മവാനിലെത്തി. മഴ നീർ പൊഴിച്ചമ്മവാനിലെത്തി. താരാട്ടു പാടുമെന്നെഞ്ചിൽ താരാട്ടുപാടുമെന്നെഞ്ചിൽ. സമ്മതിക്കില്ല. ഇതേം പിള്ളേരെ അവിടെ സെൽഫി എടുക്കുന്നുണ്ട്. നമുക്കും പോയി സെൽഫി എടുക്കാം. വാ. ഓക്കേ.
പിള്ളേരോട് മാറി അയ്യോ അത് വെള്ളത്തിൽ പോയി. എന്തിനാ കൈ തട്ടിയത് നിനക്കൊന്ന് നേരെ നോക്കി ഇറങ്ങല്ലേ ഇറങ്ങല്ലേ നല്ല ആഴമുള്ള സ്ഥലമാണ്. ഇതൊക്കെ സൂക്ഷിക്കേണ്ട ഡേറ്റാ പോയി അതൊക്കെ ഒന്ന് കാണിച്ചേക്കാം. അറിഞ്ഞൂടെ ഇനി എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ വിഷമിക്കണ്ട. ഞാനൊന്ന് നോക്കട്ടെ ചേട്ടാ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഫോണാട്ടോ നോക്കട്ടെ. ഇവിടെയാന്ന് ചേട്ടാ ഒന്ന് ചേട്ടാ ദൈവമേ കിട്ടണേ. ചേട്ടാ നോക്കി ഇറങ്ങും. മോനെ ഇതൊക്കെ സൂക്ഷിക്കണ്ടേ? താങ്ക്സ് നല്ല ഒഴുക്കുള്ള സ്ഥലമാണ്. വലിയ ഉപകാരമുണ്ട്. അതൊന്നും സാരമില്ല. മോശം എടാ എന്തായി നീ പറഞ്ഞ കാര്യം? വർഗീസേട്ടൻ പല വഴിയും നോക്കി, ഒന്നും ശരിയാവുന്നില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നീ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ചെക്ക് ചെയ്തോ? അത് ശരിയാണല്ലോ. നമ്മുടെ ഓഫീസിൻ്റെ ശരിയാ, അത് നല്ലൊരു ഐഡിയ ആണെന്ന് തോന്നുന്നു. അതെ അതെ. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം. ആ ശരി പോവാം. അളിയാ എന്തടേ അളിയ ഒരു ഗോൾഡൻ ചാൻസ് കിട്ടിയിട്ടുണ്ട്. അവളെന്തോ ബ്ലഡിന്റെ ആവശ്യം പറയുന്നുണ്ട്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അവളെ അമ്മയ്ക്ക് എന്തോ ആണ്. ഡേ ഉള്ളത് തന്നെ. നീ പോയി മുട്ടിട്ട് വാ. എടാ ഞാൻ നൈസായിട്ടൊന്ന് ചോദിച്ചിട്ട് വരാം. നീ ഇവിടെ തന്നെ ഇരിക്കുക കേട്ടാ. അടിച്ചു കയറി വാ. ധന്യ ആ നിന്റെ മുഖത്ത് എന്താ ഒരു ടെൻഷൻ പോലെ? എടാ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടിക്ക് നിനക്ക് ഓർമ്മയില്ലേ അന്ന് CSR ആക്ടിവിറ്റി ചെയ്തപ്പോൾ നിന്റെ ഫോൺ ആറ്റിപ്പോയപ്പോൾ എടുത്ത് തന്ന ചേട്ടനില്ല? ആ എനിക്ക് ഓർമ്മയുണ്ട്. ആ ചേട്ടൻ്റെ മോക്കെന്തോ മാരകമായ അസുഖമായിട്ട് കിടപ്പിലാടാ. കുറേ ബ്ലഡ് വേണമെന്നൊക്കെയാണ് പറയുന്നത്. ചേട്ടനാണെങ്കിൽ കുറേ ഓടി, ഒന്നും ശരിയാവുന്നില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുന്നു. ഇത്രയുള്ള പ്രശ്നം. ഇത് നമുക്ക് ഇന്റേണലി സെറ്റ് ചെയ്യാം. ഞാനൊന്ന് അനുവിനെ കോണ്ടാക്ട് ചെയ്യട്ടെ. ഒരൊറ്റ മിനിറ്റ്. ഇത് നമ്മുടെ കമ്പനിയിലോ? അത് തന്നെ. ഹലോ അനു അല്ലേ? ഒരു എമർജൻസി സിറ്റുവേഷൻ. നമുക്ക് കുറച്ച് B- ബ്ലഡിൻ്റെ ആവശ്യം ഉണ്ടാകും. എങ്ങനെയെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റും? എടാ എത്ര യൂണിറ്റാണ് വേണ്ടേ? എന്തോ 2 ആൾക്കാരെ അറേഞ്ച് ചെയ്യേണ്ടി വരുമെന്നാ തോന്നുന്നു. 5 പേരെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒന്നും കൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. എന്നാ വലിയ ഉപകാരമായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി ചെയ്യോ? പറടാ. ആ ചേട്ടൻ്റെ വീട് അറിയോ? ഇല്ല അറിയില്ല. നിനക്ക് എൻ്റെ വീട് അറിയോ? അതറിയാം. നിന്റെ വീടിന്റെ അടുത്താണെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചോളാം. ഓക്കെ ഇതാണ് വർഗീസേട്ടൻ്റെ വീടെന്ന് തോന്നുന്നു. വാ നോക്കാം. വാ. മോൾക്ക് വേണ്ടിയായിരുന്നു പുള്ളി ഇത്ര നാളും കഷ്ടപ്പെട്ടു. ഇനി എന്താവും? എടാ എന്ത് പ്രശ്നമുണ്ട് ഇവിടെ? ഇനി ആ കുട്ടിക്ക് എന്തെങ്കിലും കണ്ടിട്ട് ഇതാണ് ആ കുട്ടിയെന്ന് തോന്നുന്നു കേട്ടോ. ഇത് നമ്മളൊന്നും കണ്ട ചേട്ടനല്ലേ? ആ അതേടാ, നമുക്ക് പുള്ളിയോട് തന്നെ ചോദിച്ചാലോ? ചോദിക്കാം. ചേട്ടാ ചേട്ടാ വർഗീസേട്ടനെ ഒന്ന് കാണാൻ പറ്റുമോ? ആ മോളുടെ ബ്ലഡിൻ്റെ കാര്യം ഞങ്ങളൊന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് പുള്ളിയോടൊന്ന് പറയാൻ വന്നതാ. നന്നായി. എന്താ എന്തൊരു ചേട്ടാ? അന്ന് നിങ്ങൾ പോയി കഴിഞ്ഞിട്ട് ഒരു മഴ പെയ്തില്ലേ? ഡ്രെയിനേജ് ക്ലീൻ ചെയ്യാനായി അതിനുള്ളിലേക്ക് ഇറങ്ങി. ചേട്ടാ മഴ കരയുന്നത് വേഗം കയറി വാ. ആ ശിവ, ഇവിടെ ഒരു നല്ല ബ്ലോക്ക് ഉണ്ട്. അതും കൂടെ നോക്കിയിട്ട് കയറാം. വരുന്നേ. ആ
ആരെങ്കിലും നോക്കാൻ ചേട്ടാ ചേട്ടാ വർഗീസേട്ടാ രണ്ട് ദിവസം ഇതുവരെ ആളെ കിട്ടി. അളിയ ഒരു തീ കൊടുക്കാതെ നെറ്റിയിൽ നീ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമുണ്ടോ? അതല്ലടാ, ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ അങ്ങ് കിടക്കും. തിരിച്ചുപോയി ഒരു സോറി പോലും പറയാൻ പറ്റില്ല.